ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നടക്കുന്ന സമയത്ത് അപ്രധാനമെന്ന് കേരളത്തിൽ തോന്നിപ്പിക്കുന്ന വിധം എന്നാൽ മാധ്യമങ്ങൾ എല്ലാവരും കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തിലേക്ക് ഉയർന്ന ഒരു വിഷയത്തിലാണ് നമ്മുടെ ശ്രദ്ധയൊക്കെ. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ക്രമക്കേട്, അതിൽ തന്നെ ബീഹാറിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട നീക്കം ചെയ്ത ആളുകളുടെ പേരുകൾ, ആ ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, എന്തിനേറെ പറയുന്നു ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിലേറെ 31 ദിവസം കഴിഞ്ഞാൽ 32ാമത്തെ ദിവസം മന്ത്രിമാർ മുതൽ പ്രധാനമന്ത്രി എന്ന് വെറുതെ പേര് എഴുതി ചേർത്തുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ അയോഗ്യരാക്കാൻ, തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ, പ്രത്യേകിച്ച് അവർ രാജിവെക്കേണ്ട ആവശ്യമില്ല, രാജിവെച്ചതായി കണക്കാക്കുമെന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു നിയമം കൊണ്ടുവരുന്നു. ഇത്തരമൊക്കെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട, സംഘപരിവാരത്തിനെതിരെ വ്യക്തമായ രാഷ്ട്രീയം കേരളത്തിൽ നിന്ന് നടക്കുമ്പോൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട സാഹചര്യത്തിൽ നിർഭാഗ്യവശാൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഈ വിഷയമാണ്. പക്ഷേ ഒരിക്കലും ഈ വിഷയം ഒരു ചെറിയ വിഷയവുമല്ല. കാരണം കൃത്യമായ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അറിയാത്ത ആളുകളെ കൊണ്ട് പ്രതിപക്ഷം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ച കോൺഗ്രസിന്റെ പരാജയം തന്നെയാണ് കേരളത്തിൽ ഇതിലൂടെ വ്യക്തമാകുന്നത്. കേരളം ഇന്ന് ഡിജിറ്റൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒരു ദിവസം കൂടിയാണ്. ആ കേരളത്തിലാണ് ഡിജിറ്റൽ തെളിവുകൾ ഇല്ലാതെയാക്കി കളയാം എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന 105 വയസ്സായ അപ്പൂപ്പനും 102 വയസ്സായ അമ്മൂമ്മയൊക്കെ എങ്ങനെയാണ് ഫോൺ ഉപയോഗിക്കേണ്ടത് എന്ന് വളരെ സന്തോഷത്തോടു കൂടി കാണിച്ചു തരുമ്പോഴാണ് ഈ മാന്യദേഹം അദ്ദേഹത്തിന്റെ ചാറ്റുകളോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സന്ദേശങ്ങളോ അദ്ദേഹം ഡിലീറ്റ് ഫോർ ഓൾ കൊടുത്താലും അപ്പുറത്തുനിന്ന് ഡിലീറ്റ് ചെയ്യിപ്പിച്ചാലും അങ്ങ് മാഞ്ഞു പോകുമെന്ന് വിചാരിച്ചത്. അപ്പോൾ മെസ്സഞ്ചറിൽ നിന്ന് ചാറ്റുകൾ റിട്രീവ് ചെയ്യാൻ, വാട്സാപ്പിൽ നിന്ന് ചാറ്റുകൾ റിട്രീവ് ചെയ്യാൻ, ഇനി ജിപേയിലും ഫോൺ പേയിലും ഒക്കെ ചാറ്റുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇതിനൊക്കെ റിട്രീവ് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി കേരളത്തിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ഇന്ന് ഉദ്ഘോഷിക്കപ്പെടുന്ന ദിവസമാണ് ഓഗസ്റ്റ് 21. ആ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട ഈ ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസ് പുറത്തേക്ക് വന്നതിലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അഭിമാനിക്കാം. കാരണം ഇനി ഇങ്ങനെ ഒരാൾ സംഭവിച്ചു പോകരുത്. അറിഞ്ഞോ അറിയാതെയോ ഇനി ഇങ്ങനെ ഒരാൾ കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരങ്ങളിൽ കൂടിയെങ്കിലും എത്തി നോക്കുക പോലും ചെയ്യരുത്. കാരണം അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില, പാലക്കാട് കൊടുത്തുകൊണ്ടിരിക്കുന്ന വില, അത് ഒരുപക്ഷെ ജനാധിപത്യത്തിൽ വോട്ടിന്റെ വില മനസ്സിലാക്കി കൊടുക്കുന്നതിനും അത് മനസ്സിലാക്കി എടുക്കുന്നതിനും നമുക്കൊക്കെ കിട്ടുന്ന രണ്ടാമത്തെ ഒരു അവസരം കൂടിയാണ് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മാന്യദേഹം ആർക്കോ പാരിതോഷികം നൽകാമെന്നൊക്കെ ഏതോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്, അദ്ദേഹത്തിന്റെ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലുള്ള ഡ്യൂട്ടി ചെയ്യുന്ന, കൃത്യനിർവഹണം നടത്തുന്നതിന് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അധികാര സ്ഥാനത്തെത്തിയാൽ നിനക്കുള്ള പാരിതോഷികം ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ താങ്കൾക്കുള്ള പാരിതോഷികം കേരള പൊതുസമൂഹം കരുതിയിട്ടുണ്ടായിരുന്നു എന്ന് താങ്കൾ മറന്നുപോയി. കാരണം അഹങ്കരിക്കുകയല്ല വേണ്ടത്. ഓരോ ഉത്തരവാദിത്തങ്ങളും ആരെങ്കിലും ഒക്കെ നമ്മളെ ഏൽപ്പിക്കും. അത് ജനങ്ങളാവാം, പാർട്ടിക്കകത്താവാം. വിനയം ആയിരിക്കണം ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ അലങ്കാരം എന്ന് പഠിപ്പിച്ച ഒരുപാട് നേതാക്കളുള്ള പ്രസ്ഥാനം തന്നെയാണ് കോൺഗ്രസ്. അതിൽ തർക്കമില്ല. പക്ഷേ ഗതികേടിന്റെ പേരായി കോൺഗ്രസ് മാറുന്നു, തെമ്മാടി കൂട്ടമായ പാർട്ടി മാറുന്നു, ഒരു റോഗ് പാർട്ടി, റോഗ് സ്റ്റേറ്റ്, റോഗ് നേഷൻ എന്നൊക്കെയാണ് അമേരിക്ക തെമ്മാടി രാഷ്ട്രങ്ങളെ വിളിക്കുക. അതുപോലെ തന്നെ ഒരു റോഗ് പാർട്ടിയായി കോൺഗ്രസിന്, യൂത്ത് കോൺഗ്രസിന് അതപ്പതിക്കാൻ ഇനിയും മനസ്സില്ല എങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇത്തരം ശുദ്ധികലശങ്ങൾ നടത്തേണ്ടി വരും. അപ്പം അതുകൊണ്ട് എൻ്റെ ചോദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട പാലക്കാടിന്റെ മുൻ MLA-യും ഇപ്പോഴത്തെ വടകരയുടെ MP-യുമായിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിലും ശ്രീ VD സതീശൻ, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെയും പ്രതിപക്ഷ നേതാക്കളെ ശ്രീ VD സതീശനും ഈ പറയുന്ന മാന്യദേഹവും തമ്മിലുള്ള കൂട്ടുകച്ചവടം പൊട്ടിയോ അതോ വിജയിച്ചോ, അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ കൂട്ടുകച്ചവടം, നിങ്ങളുടെ ആ കൂട്ടുകൃഷി ലാഭമായിരുന്നോ അതോ നഷ്ടമായിരുന്നോ? നഷ്ടം ഒരാൾ മാത്രം സഹിച്ചാൽ മതി എന്നുള്ളതാണോ നിങ്ങളുടെ ബിസിനസ്സിലെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ധാരണ? ഇതൊക്കെ ഞങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. അതോ ഈ ബിസിനസ്സിൽ നിങ്ങൾ പങ്കാളികളല്ല എന്ന് പൊതുസമൂഹത്തോട് പറയാനാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് പരാതികൾ വന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്ത മനുഷ്യനായിട്ട് പോലും 10 മണിക്ക് വെച്ച പത്രസമ്മേളനം മാറ്റാനും 11 മണി വരെ കള്ളം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് പരിശീലിച്ച് വീണ്ടും വീണ്ടും ക്യാമറയുടെ മുമ്പിൽ പറയേണ്ടത് എന്നുള്ളതിനും സമയമെടുക്കേണ്ടി വന്നു കേരളത്തിന്റെ അനിഷേധ്യനായ പ്രതിപക്ഷ നേതാവിനെ. എങ്കിൽ ആ പാർട്ടി ചെന്നുവിട്ടിരിക്കുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്, നിയമസഭാ ഇലക്ഷൻ വരികയാണ്. ഏതോ ഒരാളെ കൊണ്ട് എന്തൊക്കെയോ പറയിപ്പിച്ചു എന്ന പറയാൻ ധൈര്യം കാണിച്ച പെൺകുട്ടിയോട് പോലും അവമതിപ്പോടുകൂടി പറയുന്ന സൈബർ വെട്ടുകിളിക്കൂട്ടം. ഞാൻ സത്യം പറഞ്ഞാൽ അഭിമാനിക്കുകയാണ്. CPM-ന്റെ സൈബർ അണികൾ ഒരു 8-10 മാസത്തിലേറെയായി എത്ര ഗൗരവത്തോടു കൂടിയാണ് രാഷ്ട്രീയത്തെ വീണ്ടും വീണ്ടും അഡ്രസ് ചെയ്യുന്നത് എന്ന്. അവിടെ തരംതാണ് കൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും മാധ്യമങ്ങൾ അത് ചർച്ചയാക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രിവിലേജിന്റെ ഗുണമാണ്.
എന്ത് തോന്നിവാസവും എഴുതിവിടുന്ന കോൺഗ്രസ്സുകാരന് സൈബർ ഇടങ്ങളിൽ അതൊക്കെ ആകാമെന്ന് ഒരു മടിയുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരം പ്രൊഫൈലുകൾക്ക് കൂച്ചുവിലങ്ങിടാൻ കേരളത്തിലെ സൈബർ പോലീസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്കും കൂടി വളരെ കൃത്യമായി കടക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വന്നാൽ കൂടുതൽ കാര്യങ്ങളുമായി നിങ്ങളെ വീണ്ടും കാണാം. ഇനിയല്ല വ്യക്തത ഇല്ല എന്നാണെങ്കിൽ ആ വ്യക്തത നിങ്ങളിലേക്ക് തരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഞാൻ വീണ്ടും നിങ്ങളെ കാണാം എന്നുള്ളതാണ്. പെൺകുട്ടിയും ഒരു പരാതിയും എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ കൂട്ടിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ബൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കേൾക്കാം. സണ്ണി ജോസഫ് അവർകൾ പറഞ്ഞത് ഒരു പെൺകുട്ടിയും ഒരു പരാതിയും എന്നോട് പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തെ മുൻനിർത്തി മാത്രമല്ല, കോൺഗ്രസിനകത്തെ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് MLA-യോട്, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിനോട് അത്തരത്തിൽ പരാതി പറഞ്ഞ ഒരു പെൺകുട്ടി എനിക്ക് അയച്ച ഒരു മറുപടി നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറയാം. ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത് പഴയ പരാതിയല്ലേ, എങ്ങനെ നടപടി എടുക്കാനാണ് എന്നാണ്. പഴയ പരാതിയല്ലേ, അതായത് ഞാൻ പ്രസിഡന്റ് ആയപ്പോൾ ഉള്ള പരാതിയല്ലല്ലോ, മുൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള പരാതിയല്ലേ, ഞാൻ എങ്ങനെ നടപടി എടുക്കാനാണ്. ഈ കേസ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് ഓർമ്മയുണ്ടോ ഇല്ലേ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ഇങ്ങനെ ഒരു മറുപടി ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട്, യൂത്ത് കോൺഗ്രസിലെ തന്നെ ഒരു പെൺകുട്ടിയോട്, ആ പെൺകുട്ടി ആ കേസ് ആ പ്രസ്ഥാനത്തിനകത്ത് തന്നെ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്നുള്ളത് കൊണ്ടും ആ കുട്ടിയുടെ കൺസെന്റ് ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടിയുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും തന്നെയാണ് ഇവിടെ അത് പറയാത്തത്. പക്ഷെ ഇദ്ദേഹം അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിലാണ് ഗുരുതരമായ മറ്റൊരു കാര്യം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. ഈ പറയുന്ന പരാതികളുടെ പാർട്ടിക്കകത്ത് ലഭിച്ചിട്ടില്ല എന്നും അത് ലഭിച്ചാൽ അപ്പം ഞങ്ങൾ നടപടിയെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും സംഘടനയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ഒക്കെ പറയുമ്പോൾ, പണ്ട് KPCC പ്രസിഡന്റായിരുന്ന ശ്രീ K സുധാകരന് കിട്ടിയ പരാതികളൊക്കെ ഇപ്പോഴും KPCC ഓഫീസിലുണ്ടോ അതോ കത്തിച്ചു കളഞ്ഞോ എന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഒന്ന് വ്യക്തമാക്കണം. ഈ മാന്യദേഹത്തെ പറ്റി പലപ്പോഴായി 3 വർഷക്കാലത്തിനിടയിൽ KPCC പ്രസിഡന്റായിരുന്ന ശ്രീ K സുധാകരന് ലഭിച്ച പരാതികൾ സാധാരണഗതിയിൽ ഒരു പരാതിയാണെങ്കിലും ഒരു ഓഫീസിന്റെ ഫംഗ്ഷനിങ് ആണെങ്കിലും ഹാൻഡിങ് ഓവർ എന്ന് പറഞ്ഞ മിനിറ്റ്സ് ബുക്ക് കൈമാറുക എന്ന് പറഞ്ഞ കോൺഗ്രസിലെ ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ അന്ന് കടയിൽ പോയിട്ട് വരിടാത്ത ഒരു 100 പേജിന്റെ നോട്ട് വാങ്ങിയിട്ട് മിനിറ്റ്സ് ബുക്ക് എഴുതി കൈമാറലാണ്. യഥാർത്ഥത്തിൽ മിനിറ്റ്സ് ബുക്ക് കൈമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്തായിരുന്നു അത് രേഖപ്പെടുത്തിയ ആ മിനിറ്റ്സ് ബുക്ക് വരുന്ന ഒരാൾക്ക് സഹായമാകുന്ന വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളാണ്. പക്ഷേ അതിന് താല്പര്യമില്ല. പകരം പുതിയൊരു പുസ്തകം വാങ്ങി അങ്ങ് കൊടുക്കലാണ്. അപ്പൊ ഈ മിനിറ്റ്സ് ബുക്ക് ഒക്കെ അവിടെ ഉണ്ടോ? മിനിറ്റ്സ് ബുക്ക് മാത്രമല്ല, ആ പഴയ ഫയലുകൾ അവിടെ ഉണ്ടോ? ശ്രീ K സുധാകരന് കിട്ടിയ പരാതികൾ ഇപ്പോഴും KPCC ഓഫീസിലുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുന്നതും വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിൽ എന്തൊക്കെയാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ എന്നുള്ളതാണ് ഒരു പക്ഷേ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അവരോടൊപ്പം നിൽക്കേണ്ടുന്ന പൊതുസമൂഹവും ആലോചിച്ചുകൊണ്ടിരിക്കുക. പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായ ചില കാര്യങ്ങളെ പറ്റി കൂടി കോൺഗ്രസ്സുകാരുടെ ധാരണയിലേക്കും പൊതുസമൂഹത്തിന്റെ ധാരണയിലേക്കുമായിട്ടൊക്കെ സൂചനകളായിട്ട് തരികയാണ്. കോൺഗ്രസിന്റെ ഒരു അധ്യാപക സംഘടനയുണ്ട് KPSTA. ആ KPSTA-യിലെ വനിതാ അധ്യാപകർ ഈ മാന്യദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ? ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. വളരെ കൃത്യമായി പാർശ്വവൽക്കപ്പെടുന്ന തേർഡ് ജെൻഡർ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ്. ആ ട്രാൻസ്ജെൻഡർ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകൾ എത്ര തവണ എത്ര പേരോട് പരാതി പറഞ്ഞിട്ടുണ്ട്? ഒരു MP-യുടെ കഴിഞ്ഞ ടേമിൽ MP ആയിരുന്ന ഒരാളുടെ കുടുംബത്തിൽ തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും പരാതികൾ ഉയർന്നിട്ടുണ്ടോ? ഇതൊക്കെ മാറ്റിവെച്ചാലും ഈ മാന്യദേഹത്തിന്റെ JNU കാലഘട്ടത്തിൽ ഡൽഹിയിൽ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ, ഡൽഹിയിൽ ലഭിച്ച പരാതികൾ എന്താണ് ചെയ്തത്? അതൊക്കെ കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോഴും സമർത്ഥിച്ച് നിൽക്കാനാണോ താല്പര്യം? കാരണം ഇതൊക്കെ പുറത്തേക്ക് വരും. അഹങ്കാരത്തിന്റെ ആൾരൂപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ നേതാവ് എന്ന് വിളിക്കാൻ പറ്റില്ല. ആ വ്യക്തി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയൊക്കെ ഇതിന് ഇരയായി പോകേണ്ടി വന്നവരൊക്കെ കേട്ടു നിൽക്കുകയും അവരതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നതിൻ്റെയൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന അത്രയും എപ്പിസോഡുകൾ. ഇനി കാണാനിരിക്കുന്ന എപ്പിസോഡുകളിൽ JNU കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്കുള്ളതും പരിശോധിക്കപ്പെടേണ്ടി വരും. അതിനപ്പുറം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU പ്രവർത്തകർ, KSU വനിതാ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകർ, അവരൊക്കെ പരാതിപ്പെട്ടിട്ട് ആ പരാതികൾക്കൊക്കെ എന്ത് സംഭവിച്ചു? ഇനി പരാതിപ്പെടാൻ സ്വന്തം പ്രസ്ഥാനത്തെ
ഇനിയും പൊതുമധ്യത്തിൽ അത് വലിച്ചഴിച്ച് ചർച്ചയാക്കി വെറുതെ വഷളാക്കണ്ട എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ആ മൗനമാണ് ഈ പറയുന്ന ആളുകൾക്ക് കോൺഗ്രസ് എന്നുള്ള ലേബലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും എല്ലായ്പ്പോഴും പൊട്ടന്മാരാക്കി തുടരാൻ കഴിയുമെന്നും അധികാരത്തിന്റെ ചവിട്ടുപടികളായിട്ട് അണികളെ ഉപയോഗപ്പെടുത്താൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന പ്രസ്ഥാനമാണ് എന്നും ഉള്ള ധൈര്യം നൽകുന്നത്. നിങ്ങൾ പ്രതികരിക്കുമ്പോൾ ആ ആദ്യ പ്രതികരണത്തിൽ തന്നെ ചില നടപടികൾ എടുക്കാൻ ആ പാർട്ടിയിൽ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരാളെങ്കിലും എന്തായാലും ഉണ്ടാകുമല്ലോ. അത്രമാത്രം തകർന്നു പോയിട്ടൊന്നുമില്ല അതിന്റെ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിപ്പോഴും ഇഷ്ടം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? സണ്ണി ജോസഫിനോട് പറഞ്ഞ ഒരു പരാതിയുടെ സൂചനയാണ് കൃത്യമായി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്കിനെ ഞാൻ ഉദ്ധരിച്ചല്ലോ. ഒരു പെൺകുട്ടിയും ഒരു പരാതിയും, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, ഒരു പെൺകുട്ടിയും ഒരു പരാതിയും തന്നിട്ടില്ല. അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്ന ഒരു പെൺകുട്ടിയുടെ പേര് വിവരങ്ങൾ ആ പെൺകുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പുറത്തു വിടുന്നില്ല. ആ പെൺകുട്ടി പത്രസമ്മേളനം വിളിക്കുമായിരിക്കും. അതാവണമെന്നില്ല. അത് ശരി, നിങ്ങൾ എന്താ കോൺഗ്രസിൽ ഒരുത്തനെ സീരിയൽ ഒഫൻഡർ ആയിട്ടുള്ളൂ വിചാരിച്ചിരിക്കുന്നത്? എന്റെ പ്രവർത്തകരെ, കഥകൾ ഇങ്ങനെ വരും, നീണ്ടു നിരന്ന് കിടക്കുകയാണ്. പല വിഗ്രഹങ്ങളും എന്താ പറയാ വീണ് പൊട്ടി ഉടഞ്ഞു പോകും. ഒരാളൊന്നല്ല ഇതിന്റെ കളിക്കളത്തിലുള്ളത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇയാളിന് മാത്രം, അതാണ് ഇനി വേറെ പ്രെഡേറ്റേഴ്സ് രക്ഷപ്പെട്ടു പോവേ, ഇയാളിന് മാത്രം ഫോക്കസ് വന്ന അത് ശ്രദ്ധിക്കണം. അല്ല, അത് ഞാൻ പറയാൻ ആളല്ല. അദ്ദേഹം പറഞ്ഞ വാചകത്തെയാണ് ഞാൻ ക്രോസ് ചെയ്തത്, അല്ലാതെ നിങ്ങൾ എന്നെ ക്രോസ് ചെയ്യരുത്. അതില് അദ്ദേഹം ഒരു വാചകം പറഞ്ഞു, ഒരു പെൺകുട്ടിയും ഒരു പരാതിയും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ കഥ. അത് ഇദ്ദേഹത്തിനെതിരെയാണെന്ന് ഞാൻ സ്ഥാപിച്ചിട്ടുമില്ല. അത് നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അത് പക്ഷെ നിങ്ങൾ ഇദ്ദേഹത്തിനെതിരെയാണെന്ന് എന്നോട് ചോദിക്കരുത്. വേറെ വിഷയങ്ങളിലാകാം. അതായത് ഇത് തന്നെ നേച്ചർ ഓഫ് ഒഫൻസ് ഇത് തന്നെ. അതെന്ന് വെച്ചാൽ ഒരാളല്ല കോൺഗ്രസിനകത്ത് ഈ കളി നടത്തുന്നവര്, കളിക്കാർ ഒരുപാടുണ്ട്. റഫറിക്ക് മനസ്സിലാവില്ല ഇത് ആരാ ഫൗൾ ചെയ്യുന്നതെന്ന്. ഈ റെഡ് കാർഡ് എടുത്ത് കൊടുക്കുമ്പോൾ സാധാരണ റഫറി ഒരിക്കൽ പോലും, നിങ്ങൾ എത്രയോ ഫുട്ബോൾ മത്സരങ്ങൾ കണ്ടവരാ, തെറ്റ് പറ്റാറില്ല റഫറിക്ക്, അല്ലേ? തെറ്റായ ഒരു കളിക്കാരന്റെ നമ്പറിന് നേരെ റെഡ് കാർഡ് കൊടുക്കാറില്ല. പക്ഷെ കോൺഗ്രസിൽ റെഡ് കാർഡ് എടുത്താൽ ഇതിപ്പോ ആർക്കാ കൊടുക്കേണ്ടത് എന്നുള്ളത് സംശയിച്ചു പോകും. ഇതൊക്കെ ദൈവമേ എത്ര അപകടം പിടിച്ച. ഞാൻ പറഞ്ഞോളൂ, നിഖിൽ ആ ചോദ്യം പൂർത്തിയാക്കിക്കോളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരെയാണ് കൈവിടുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഏത് കൂട്ടുകച്ചവടം പൊളിഞ്ഞത് കൊണ്ടാണെന്നും മനസ്സിലാവുന്നില്ല. ലാഭമുണ്ടായ കൂട്ടുകൃഷി എത്രയാണ്, നഷ്ടം സംഭവിച്ചു തുടങ്ങിയത് എപ്പോൾ മുതലാണ്, ആ നഷ്ടത്തിന്റെ ഉത്തരവാദി ആരാണ് എന്നാണ് നിങ്ങൾ തമ്മിൽ തന്നെ തീർപ്പാക്കിയിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞത് അച്ഛന്റെ വാത്സല്യം എന്നുള്ളൊക്കെ പ്രയോഗം ഉണ്ടല്ലോ. ഇത് 21-ാം നൂറ്റാണ്ടിൽ 2025 പ്രിയ നമ്മൾ ഇരിക്കുന്നത്. സോഫ്റ്റ് ടച്ചും ബാഡ് ടച്ചും ഗുഡ് ടച്ചും ബാഡ് ടച്ചും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ തന്നെ തൊട്ടാൽ ബാഡ് ടച്ച് എന്താ ഗുഡ് ടച്ച് എന്താന്ന് കുട്ടികളോട് പറയുന്ന സമൂഹമാണിത്. അത് മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് എന്താ പറയാ എടുക്കാത്ത ഒരു കള്ളനാണയം കൊണ്ട് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കോടതി പോയിട്ട് പറയാൻ പറ്റുമോ? നിങ്ങൾ തിരിച്ച് ചോദ്യം ചോദിക്കാത്തതുകൊണ്ടാണ്. ഏത് അച്ഛന്റെ സ്ഥാനമാണ് നിയമത്തിൽ അങ്ങനെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഒരു തിരിച്ചു ചോദ്യം ചോദിച്ചാൽ തീർന്നില്ലേ? ചോദിക്കില്ല. കാരണം എന്താ? പ്രിവിലേജ്. ഇടതുപക്ഷത്തെ അധികാരത്തിൽ ഇറക്കണമെങ്കിൽ കോൺഗ്രസിനെ കയറ്റണം. ആയിക്കോളുക, നടത്തിക്കോളുക. ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്നതിൽ നിങ്ങൾ നിങ്ങളുടെ പങ്ക് അറിയാതെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തകർ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം കളിയാക്കിച്ചിരിക്കുക നിങ്ങളുടെ സഹപ്രവർത്തകരാണ്. എന്നിട്ടും നിങ്ങൾക്ക് അതിൽ ഒരു തരത്തിലും നിങ്ങൾ എന്താ അതിനെ ന്യായീകരിക്കുന്നത് എന്നുള്ളത് പോലും എന്നിലൊക്കെ വലിയ കൗതുകമാണ് ഉണർത്തുന്നത്. പോട്ടെ, അതിനെപ്പറ്റി ഞാൻ ചർച്ച ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ അപ്പോഴും പറയുന്നു, പ്രൈവറ്റ് ലൈഫിനുള്ള കാര്യത്തിലേക്ക് ഒന്നും നമ്മൾ കടക്കുന്നില്ല കേട്ടോ. പക്ഷേ പ്രോപ്പർട്ടി ഇൻ പബ്ലിക് ലൈഫ് എന്ന് പറഞ്ഞൊരു സെന്റൻസ് കിടപ്പുണ്ട് നിയമത്തിലും അല്ലാതെയും. അവിടെയാണ് ഈ പ്രൈവറ്റ് ലൈഫും പബ്ലിക് ലൈഫിന്റെയും ലൈന്, ഡിമാർക്കേറ്റിംഗ് ലൈൻ ബ്ലറായി പോകുന്നത്. അതൊക്കെ നമ്മൾ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും. ഇവർക്ക് എതിരായ അങ്ങനെ ഒരു പരാതി താങ്കൾക്ക് കുറച്ചെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു? അന്നത്തെ KPCC പ്രസിഡന്റ് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. വെറുതെ ഷാരിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. സോറി, അത് അവിടെ ഇരുന്നിട്ട് ഇവിടെ പറഞ്ഞത് ഷാജിത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അന്ന് പത്രസമ്മേളനങ്ങൾ പറഞ്ഞിരുന്നു KPCC പ്രസിഡന്റാണ് അല്പമെങ്കിലും വിശ്വാസമുള്ളതെന്ന് പറഞ്ഞു. ഷാരിക്കിനെ നോട്ടൊക്കെ വെച്ചിരിക്കരുത്, അത് അറിയാതെ ഇവിടെ പറഞ്ഞു പോയതാ.
പിന്നെ അദ്ദേഹം അത് ഒതുക്കിയത് എന്തുകൊണ്ടായിരിക്കാം? നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, അധികാരമോഹത്തിനപ്പുറത്തേക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വേറെ എന്താ പറയാ ബൗണ്ടറി ഒന്നുമില്ല. അതിലേക്ക് എത്താനുള്ള വഴികളിൽ അപകടം പറ്റരുത്. ആ അപകടത്തിലേക്ക് അമുക്കണം. അതാണ് അവരുടെ ഫിലോസഫി, അമുക്കുകയാണ്. ആ ഫിലോസഫിയിലേക്ക് AICC നിന്നു കൊടുക്കില്ല എന്നുള്ളത്. അധികാരമില്ലെങ്കിലും രാഷ്ട്രീയത്തിന് ക്ലാരിറ്റി ഉണ്ടാവണമെന്ന് വിശ്വസിക്കുന്ന കുറച്ച് മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. അയാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ നിന്ന്. പ്രതിപക്ഷത്തിന്റെ മുഴുവൻ സ്നേഹങ്ങളും അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ മുഴുവൻ കരുത്തുമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ബീഹാറിലെ 4ാമത്തെ ദിവസമാണ്. അതിന്റെ ഇടയിലാണ് ഒരു മഹാന് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് അവിടെ ഇരുന്ന് ഉത്തരം പറയേണ്ടി വരുന്നത് എന്നുള്ള നടക്കാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസിന് ഈ അധികാരത്തിനപ്പുറത്തേക്കുള്ള താല്പര്യങ്ങളില്ല. അതുകൊണ്ട് അമുക്കേണ്ടത് അമുക്കും, മുക്കേണ്ടത് മുക്കും. എന്നിട്ട് ഈ അണികളെ കൊണ്ട് ഏറ്റുപാടാൻ പറയും. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ അണികൾ കോൺഗ്രസിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന വളരെ ഒരു വിധിവൈപരീത്യത്തിലാണ് കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ അണികൾ പഴയ കോൺഗ്രസിന്റെ അണികളായാൽ, ചോദ്യം ചെയ്യേണ്ടതിനെ ചോദിക്കാൻ പഠിച്ചാൽ, എതിർക്കേണ്ടതിനെ എതിർക്കാൻ, അതിൽ ജനാധിപത്യ, വിശാലമായ ജനാധിപത്യമുള്ള പാർട്ടി എന്നാണല്ലോ പറയുന്നത്. ആ ജനാധിപത്യ ബോധത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ആ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. അല്ല, ഞാൻ എന്റെ കയ്യിൽ ഉണ്ട് എന്നോ വ്യക്തമാക്കാമെന്നോ അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ വ്യക്തമാക്കേണ്ട സാഹചര്യത്തിൽ ഞാൻ വ്യക്തമാക്കിക്കോളാം. ഈ കുട്ടികളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ആ കുട്ടിയുടെ പേരെന്താ ഞാൻ പറയാൻ, ആ കുട്ടിയുടെ ആ പേര് പറയാൻ എനിക്ക് അനുവാദം തന്നു. അത് ഞാൻ അവസാനിപ്പിച്ചു. ഇത് പലരുടെയും ജീവിതമാണ്. അത് ഞാൻ വെച്ച് കളിക്കണോ? അവർ തന്നെ അത് ഞാൻ പറഞ്ഞില്ല, കേരളത്തിലെ പെൺകുട്ടികളൊക്കെ കരുത്തരാണ്. അവർക്കറിയാം അവരെ വയലേറ്റ് ചെയ്തത് എവിടെയാണെന്ന്. അവരുടെ പേഴ്സണൽ സ്പേസിനെ ആരെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ ആർജവമുള്ള പെൺകുട്ടികളാണ്. സർക്കംസ്റ്റാൻസസ് ആയിരിക്കാം അവരെ പിടിച്ചു നിർത്തുന്നത്. അതൊക്കെ ഇപ്പൊ തീർന്നല്ലോ. ഇനി ഒരു ഭയത്തിന്റെ ഒന്നും ആവശ്യം ആർക്കും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ പുറത്തേക്ക് വന്നോളൂ. പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത്, ഇയാളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയവർ രക്ഷപ്പെട്ടു പോകരുത്. അവർ തേച്ചു മാച്ച് കളയാൻ ശ്രമിച്ച എവിഡൻസുകൾ MTP ആക്ടിന്റെ പരിധിയിൽ വരുന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് വെച്ചാൽ അബോർഷൻ എന്ന് നമ്മൾ പറയും, അതിന്റെ പരിധിയിൽ വരുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതിയ ഡോക്ടർ അടക്കം, ആശുപത്രി അടക്കം അതില് കുറ്റക്കാരായി മാറാൻ സാധ്യതയുള്ള തെളിവുകളൊക്കെ കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട പോലെ കിട്ടും. അതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ചർച്ചയാകണമെങ്കിൽ അതാക്കുകയും ചെയ്യാം. പക്ഷെ അവിടെ വിൽഫുൾ ആയിട്ട് ഒരാൾ വന്ന് പറയാതെ, പേരെഴുതിയ പരാതി വരാതെ, ഈ പറയുന്ന ആൾക്കെതിരെ നിയമ നടപടികൾ സാധ്യത ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എന്റെ പത്രസമ്മേളനം അയാൾക്കെതിരെ ഒന്നും പറയാത്തത്. അത് നിയമം കൈകാര്യം ചെയ്യും. പക്ഷെ അതിൽ തന്നെ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളിൽ ഇദ്ദേഹത്തെ രക്ഷിച്ചെടുത്തവരാര്, അവർ കണ്ട ഇദ്ദേഹത്തിലെ ഈ എന്താ പറയാ നമ്മുടെ ജോയിന്റ് വെഞ്ചറിലെ സാധ്യതകൾ എന്തൊക്കെയായിരുന്നു? തീർച്ചയായിട്ടും അതന്നെയാണ് മീഡിയ സെൻസേഷണൽ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഡൽഹിയിൽ നിങ്ങൾ എന്താ പറയുന്നത്? 21-ാം തീയതി വരെ സഭയിൽ സമ്മേളനം നടക്കുകയല്ലേ? അദ്ദേഹത്തിന്റെ 3.5 മിനിറ്റുള്ള റീലിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസ്സുകാർ ദാഹിച്ചിരിക്കുകയല്ലേ? അദ്ദേഹത്തിന്റെ സ്ഫുടം ചെയ്ത ഇംഗ്ലീഷിന് വേണ്ടി. അവരെ നിരാശപ്പെടുത്തരുത്. ആ റീൽ അദ്ദേഹം ഇട്ട് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ വന്ന് ചിലപ്പോൾ പ്രതികരിക്കുകയായിരിക്കും. വടകര MP, മനസ്സിലായില്ലേ? ഒരു പാർലമെന്റ് സമ്മേളനത്തിൽ 3.5 മിനിറ്റിന്റെ ഒരു ഇംഗ്ലീഷ് റീൽ, അതാണ് അതിന്റെ വ്യൂസും റീച്ചുമാണ് അദ്ദേഹത്തിന്റെ പാലക്കാട്ടേക്ക് തിരിച്ച് ലാൻഡ് ചെയ്യാനുള്ള ആ സാധ്യതയെ പറ്റി നിങ്ങൾ എന്താണെന്ന് ചോദിക്കാത്തത്? ഇതിനി അദ്ദേഹത്തിന്റെ ഗൂഢതന്ത്രമാണോ എന്ന്? അദ്ദേഹത്തിന് തിരിച്ച് പാലക്കാട്ടേക്ക് വരണ്ടേ? അപ്പം ഇവിടുന്ന് ഒരാളെ ഔട്ടാക്കണ്ടേ? അതും കൂടി നിങ്ങൾ ചോദിക്കണം. ആരോട് ചോദിക്കണം? എന്നോട് ചോദിക്കരുത്, കോൺഗ്രസ്സുകാരോട് ചോദിക്കണം. ഞാൻ കരുതുന്നുണ്ടോന്നല്ല, കോൺഗ്രസ്സുകാരോട് ചോദിക്കണമെന്നേ. ഇവിടെ കോൺഗ്രസിന് ഉത്തരവാദിത്തപ്പെട്ട DCC, ഞാൻ പറയട്ടെ, ഇന്ന് DCC, ഞാൻ ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ ഒരു ഉറച്ച പ്രവർത്തകനാണ്. എന്റെ സെക്രട്ടറി ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ DCC പ്രസിഡന്റ് പ്രതികരിച്ചോ? സ്ഥലത്തിന്റെ MP, എനിക്കിവരെ ഒന്നും അറിയില്ല പോരെ. കോൺഗ്രസ്സുകാർക്ക് അറിയാം. പക്ഷെ ഇവരെ ആ പന്തല്ല ഞാൻ തട്ടിയത്, തെറ്റിദ്ധരിക്കരുത്. ഞാൻ തട്ടിയ പന്ത് ഞാൻ തന്നെ തേപ്പിച്ച തുകലോണ്ട് ഉണ്ടാക്കിയതാ. ആ ലെതറിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഈ പന്ത് തട്ടാൻ എന്നെ കിട്ടൂല. അത് തട്ടി കളിക്കുന്നവർ തട്ടി കളിച്ചോട്ടെ. ചില ശബ്ദങ്ങളൊക്കെ വളരെ ബോൾഡായിട്ട് വന്നിട്ടുണ്ട്. ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞിട്ടുണ്ട്, പറയേണ്ട പോലെ മിടുക്കനാ. ആ ജിൻഡോനെയൊക്കെ സൈഡ് ലൈൻ ചെയ്ത് ഒരു വഴിക്കാക്കി ഇപ്പോ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്നു. ജിൻഡോ പക്ഷെ റീലിടാനൊന്നും നിൽക്കാറില്ല. നാട്ടുകാർ ചിലപ്പോൾ ജിൻഡോയ്ക്ക് എന്തെങ്കിലും റീലൊക്കെ ഇട്ട് കൊടുക്കും. അതുപോലും ഞാൻ ഒരു പേര് സൂചനയായിട്ട് പറഞ്ഞു. കാരണം പത്രത്തിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്നതാണല്ലോ പൊതുപ്രവർത്തനത്തിന്റെ മാനദണ്ഡമായിട്ട് നമ്മളിപ്പോൾ വിലയിരുത്തുന്നത്. അപ്പോൾ ജിൻഡോനെ കുറച്ച് പേർക്ക് അറിയാം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ പേരെടുത്ത് പരാമർശിച്ചത്. ഒരുപാട് പേരുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ ഉള്ളിൽ ഇതിനുള്ള സാധ്യത ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. തിരുത്താനും തിരിച്ചു പിടിക്കാനും. അല്ല കോൺഗ്രസ് സ്വീകരിക്കണ്ട. കോൺഗ്രസിന് സ്വീകരിക്കാവുന്ന കോൺഗ്രസ് സ്വീകരിച്ചാൽ മതി നിലനിൽക്കണമെങ്കിൽ. ഇവിടെ നിയമമുണ്ടല്ലോ.
അത് നടപ്പാക്കാനുള്ള വഴികളുണ്ടല്ലോ, അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമല്ലോ. ഇന്നിപ്പോ വന്ന പരാതിയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ബാലാവകാശ കമ്മീഷനും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വന്ന പരാതി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്താൻ നോക്കുന്നേ. കൊടികുത്തിയ വക്കീലന്മാരെ ഇറക്ക്. ഞാൻ പറയട്ടെ, ഈ പെൺകുട്ടികളിൽ തന്നെ മിടുക്കരായ 2 അഭിഭാഷകരുണ്ടെങ്കിൽ തീരുന്ന ഗ്യാസേ ഉള്ളൂ ഇവന്റെയൊക്കെ. അവരുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ അവരുടെ പ്രശ്നം ഇതാണ്, ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു സ്പീക്ക് ഔട്ട്. ലെറ്റ് ദം ഡിസൈഡ്. വി ആർ നോബഡി ടു കൈൻഡ് ഓഫ് പുട്ട് വേർഡ്സ് ഇൻ ടു ദെയർ മൗത്ത്. നമ്മൾ ചെയ്യണ്ട. ദിവ്യനെയൊക്കെ നിങ്ങൾ എത്ര വേട്ടയാടി? അതിൽ മെറിറ്റ് ഉണ്ടോ മെറിറ്റില്ല എന്ന് കോടതിയാണ് പറയേണ്ടത്. ഈ കേസിലും അതുപോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദിവ്യ ഇട്ടതിനെ പറ്റി ഞാനിപ്പോ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ദിവ്യക്ക് മനസ്സിലായ കാര്യങ്ങളായിരിക്കാം ദിവ്യയിൽ പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ അത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളല്ല. എന്റെ കർമ്മം ഞാൻ 10 മാസം മുന്നേ കൃത്യമായി നിർവഹിച്ചിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ എന്റെ പുതിയ വഴികളിലെ എന്റെ പുതിയ ബോധ്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നു. കർമ്മയൊക്കെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. പാലക്കാടത്തെ ഞാൻ ഇപ്പോൾ പറഞ്ഞ നേരത്തെ ബാർബർ ഷോപ്പിലെ ആള് പറഞ്ഞത് ഒരു കർമ്മയുടെ കഥയാണെന്നാണ് ഞാൻ പക്ഷെ മനസ്സിലാക്കിയത്. അവർ അനുഭവിക്കേണ്ടി വരുന്നത്. അത് കർമ്മം എന്നുള്ളൊരു വാക്കുണ്ട് മലയാളത്തിൽ ഇവിടെ പാലക്കാട്. 2 തരത്തിലുണ്ട്. കർമ്മം മാത്രമല്ല, കർമ്മം അല്ലേ, കർമ്മം എന്ന് പറയും. ചില കർമ്മങ്ങളെ പേറേണ്ടി വന്നിരിക്കുന്ന പാലക്കാടിന്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലെ ബിപി ഇല്ലേ? കർമ്മം എന്ന് പറയില്ലേ നമ്മള്? ഈ കർമ്മത്തിനെ കൊണ്ടൊക്കെ നമ്മള് ഇനിക്കിട്ട് വരട്ടെ. ഇപ്പൊ അടൂരല്ലേ ഉള്ളത്. പാലക്കാട് സ്വീകരണം കൊടുക്കുന്നുണ്ട്. അല്ലേ ബിപി? നിങ്ങൾ സ്വീകരണം പ്ലാൻ ചെയ്തിട്ടില്ലേ? പറ്റേക്ക് യൂത്ത് കോൺഗ്രസ്സുകാരൊന്ന് പ്രതിരോധം തീർക്കുന്നേ ഡിവൈഎഫ്ഐയുടെ സ്വീകരണത്തിന്. എടോ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസുമായി ഇത് ഇനി വേറൊരു കഥയും കൂടി പറഞ്ഞാൽ അത് അവസാനിപ്പിക്കാം. ഇത് നിങ്ങൾ എന്തെങ്കിലും ആളുടെ വീക്ക്നെസ്, നമ്മളൊരു പ്രയോഗമാണല്ലോ നമ്മുടെ നാടൻ ഭാഷയിൽ വീക്ക്നെസ്, ഇംഗ്ലീഷ് വാക്കാണെങ്കിലും ഇത് വീക്ക്നെസ് ആയി കരുതരുത്. ഇതൊരു പത്തോളജിക്കൽ പ്രോബ്ലമാണ്. ഇതൊരു ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് പറയണം, ഇതൊരു രോഗാവസ്ഥയാണ്. സോഷ്യോപാത്ത് എന്ന് പറയും. പിടിച്ച് ഉള്ളിലിടേണ്ട കേസാണ്. മനസ്സിലായില്ലേ? നമ്മളിത് OTT സീരീസ് മാത്രം കണ്ടിരുന്നാൽ പോരാ. OTT സീരീസ് കാണാറുണ്ടല്ലോ ഇങ്ങനത്തെ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സീരീസിനെ പറ്റി കൂടി പറഞ്ഞുതരാം. ദി അനാട്ടമി ഓഫ് എ സ്കാൻഡൽ. OTT എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം മുന്നേ വന്ന അതിസാധാരണമായ ഒരു സീരീസാണ്. 8 എപ്പിസോഡേ ഉള്ളൂ. റേപ്പ് എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷനെ ഇത്ര മനോഹരമായി ഒരു 10 വയസ്സിന് മുകളിലുള്ള ഏത് ഭാഷയിലുള്ളവർക്കും വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു സാധനമില്ല. ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് അദ്ദേഹം കോളേജ് കാലഘട്ടത്തിൽ ചെയ്ത ഒരു കാര്യത്തിന്റെ പുറത്ത് രാജിവെക്കേണ്ടി വരുന്ന ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് അനാട്ടമി ഓഫ് എ സ്കാൻഡൽ. റേപ്പ് എന്നുള്ളതിൽ എന്താണ്, കൺസെന്റ് എന്നുള്ളതിൽ എന്താണ്, വയലേഷൻ ഓഫ് പേഴ്സണൽ സ്പേസ് എന്നുള്ളതിന് ഒക്കെ അതിമനോഹരമായ ഭാഷ്യം തീർത്ത അനാട്ടമി ഓഫ് എ സ്കാൻഡൽ കണ്ടാൽ ഈ പറയുന്ന മാന്യദേഹം കെട്ടി തൂങ്ങി ചാവേണ്ടി വരും. ദൈവമേ, ഇതൊക്കെയാണ് നിയമമെങ്കിൽ, ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ ഞാൻ ചെയ്ത എന്തൊക്കെ ഇതിന്റെ പരിധിയിൽ പെടും എന്നുള്ളതായിരിക്കണം അദ്ദേഹം ഓർത്ത് വിവശനാകേണ്ടത്. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. ബാക്കി നമുക്ക് വഴിയെ പറയാം. താങ്ക് യു. പെട്ടെന്നാവാം. ഓയില്ല, അങ്ങനെ ചോദിച്ചപ്പോ ഒരു കാര്യം കൂടി പറയാം. അപ്പൊ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ എന്ത് മെറിറ്റ് ആണെന്ന് ഞാൻ ചോദിച്ചത്. അതന്നെയല്ലേ? വ്യാജരേഖ ജനിച്ചപ്പോ തൊട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനന സർട്ടിഫിക്കറ്റ് മുതൽ ഇങ്ങോട്ട് അതൊക്കെ പരിശോധിക്കപ്പെടട്ടെ. ഇവിടെ പറയാൻ വന്നത് കെ മുരളീധരന്റെ ഒരു വാക്കുകൂടി ഞാൻ കണ്ടെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കരുണാകര ശാപം. കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്ന ഒരു ശാപത്തിന്റെ ഒരു പേരാണ് കരുണാകര ശാപം. അപ്പൊ അത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പൊ ഇതിനൊക്കെ അല്ലെ, അതൊരു ചെറിയ ഇതായിട്ടെങ്കിലും തട്ടിയിട്ടുണ്ടാവാം. മുരളീധരൻ തന്നെയാണ് അത് വ്യക്തമാക്കേണ്ടത്. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ആ ശാപമായിരിക്കാം ഇതിനൊക്കെ കാരണം. ഞാനത് ശ്രദ്ധിച്ചില്ല. മതി, ഇനി നീട്ടിപ്പോണ്ട. താങ്ക് യു ഓൾ. താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഒരാൾ പരിഗണിക്കപ്പെടരുത് എന്നും അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുമൊക്കെ പലപ്പോഴായി ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എങ്കിൽ പോലും അന്ന് അത് ഒറ്റയാൾ പോരാട്ടമായി മാറി. ഞാൻ അതിന്റെ ഇരയായി തീർന്നു. പക്ഷെ എന്റെ രാഷ്ട്രീയത്തിന്റെ ക്ലാരിറ്റി അന്നും എന്നുമൊക്കെ ഒരുപോലെ ആയതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ തെളിച്ചം വന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നത് പോലുമില്ല. ആളുകൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്, പ്രത്യേകിച്ച് ഈ പറയുന്ന ആരോപണ വിധേയനായ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആരോപണങ്ങൾക്ക് വിധേയനാകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മാന്യദേഹത്തോടല്ല. മാന്യദേഹം എന്തായാലും ഒരുപാട് കേസുകളൊക്കെ ആയിട്ട് വിചാരണ നേരിടേണ്ടി വരും കോടതിയിൽ തന്നെ. ഉദാഹരണം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. 2 കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു. ഒന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്.
നിങ്ങളത് അതിൻ്റെ പകർപ്പൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് ഇവിടുത്തെ പ്രക്ഷോഭ സമരങ്ങൾ കവർ ചെയ്യാനുള്ളതാണ്. രണ്ട്, എനിക്ക് തോന്നുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥയെ ബാലാവകാശ കമ്മീഷന്റെ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാലാവകാശ കമ്മീഷന്റെ പരിധിയിൽ വരുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ ഗർഭഛിദ്രം നടത്തുന്നതിന് വേണ്ടി ഒന്ന് പുറത്തു വന്ന ആ ഓഡിയോ ഒക്കെ ഞാനിപ്പോൾ വരുന്നത് ഒരു ബാർബർ ഷോപ്പിൽ നിന്നാണ്. ഞാനത് ബാർബർ ഷോപ്പിൽ നിന്നാണ് വരുന്നത് പറയാനും കാരണമുണ്ട്. ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ അതിനെപ്പറ്റിയൊക്കെ സൂചനകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനൊന്ന് മുടി വെട്ടാൻ വേണ്ടി പോയപ്പോൾ ഒരാൾ ഓടി വന്നിട്ട്, ഞാൻ അവിടെ ഇരിക്കണമെന്ന് അറിയില്ല, കാരണം നമ്മൾ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ആ ബ്യൂട്ടി സലൂണിൽ വന്നിട്ട്, അതെ അറിഞ്ഞോ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കാൻ പോകാന്നത്രേ എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പുറത്തെ ആൾ ഇവിടെ ഇരിക്കുന്ന ആളാരാണെന്ന് ചോദിക്കാതെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ആളുകൾക്ക് ഒരു 24 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഉണ്ടാകുന്ന വെളിപാടുകളെ പറ്റി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഈ മാന്യദേഹത്തിനെതിരെ ഒരുപാട് കേസുകൾ വരും. ആ കേസുകൾക്ക് ഒരു പക്ഷേ കൂട്ടുനിന്ന ആളുകൾ പൊതുസമൂഹത്തിൽ ഇനി വിചാരണ ചെയ്യപ്പെടാതെ പോകാനുള്ള സാധ്യതയെ മുൻനിർത്തിയാണ് എൻ്റെ പത്രസമ്മേളനം. അല്ലാതെ ഓൾറെഡി വിചാരണയിലേക്ക് വിധേയനാകേണ്ടുന്ന ആളെ കേരള പൊതുസമൂഹം ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും കാണാമറയത്തിരിക്കുന്ന ചില മാന്യദേഹങ്ങളുണ്ട്, അവരെ നമുക്ക് എക്സ്പോസ് ചെയ്തേ പറ്റൂ. അത് വളരെ കൃത്യമായി ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ മാന്യദേഹം 3-4 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങളിൽ സീരിയൽ സെക്ഷൽ ഒഫൻഡർ എന്നുള്ള രീതിയിൽ, ഒരു പ്രിഡേറ്റർ എന്നുള്ള രീതിയിൽ, ഇരകൾക്ക് മേൽ ചാടി വീഴുന്ന ഒരാൾ എന്നുള്ള രീതിയിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ സെക്ഷൽ ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിന് രേഖാമൂലം എന്തെങ്കിലുമൊക്കെ പരാതികൾ കിട്ടിയിരുന്നോ? അതായത് 2 വർഷം മുന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നോമിനിയാക്കി എലക്ഷൻ എന്ന് പറയുന്ന ഒരു ഒരു പുകമറ എന്നൊക്കെയുള്ള രീതിയിൽ, അതിലെ കഥകളൊന്നും ഞാനിവിടെ ചർച്ചയ്ക്ക് വെക്കുന്നില്ല. വ്യാജ വോട്ടർ ID എങ്ങനെ ഉണ്ടാക്കിയ, വ്യാജ വോട്ടുകൾ എങ്ങനെയാണ് യുവമോർച്ചക്കാരുടെ വോട്ടുകൾ കൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്താൽ മതി. അപ്പോൾ അതിന്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ തന്റെ നോമിനിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വേണമെന്ന് ഷാഫി നിർബന്ധം പിടിക്കാൻ രാഹുലിന്റെ ഈ അസാമാന്യ കഴിവാണോ ഷാഫി തെരഞ്ഞെടുക്കാൻ, അതായത് തന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് വ്യക്തമാക്കണം. രാഹുലിന്റെ ഈ അസാമാന്യ പെർഫോമൻസ് ഷാഫിക്ക് മുന്നേ അറിയാമായിരുന്നു എങ്കിൽ അതിന്റെ പേരിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിന് സംഘടനയ്ക്കകത്ത് നിന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാരുടെയും KSUക്കാരുടെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ പരാതി ലഭിച്ചിരുന്നോ? ചിലപ്പോൾ ഓറലായിട്ടായിരിക്കാം, ചിലപ്പോൾ എഴുത്തായിട്ടായിരിക്കാം. ലഭിച്ചിരുന്നോ എന്ന് വ്യക്തമാക്കിയാൽ മാത്രം മതി. ഇനി ഇല്ല എന്ന് പറയാനാണെങ്കിൽ ലഭിച്ചിരുന്നതിന്റെ കഥകൾ പറയാൻ ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി തനിക്ക് ശേഷം അരിയിട്ട് വാഴിക്കാൻ ഈ ഒരാൾ മാത്രമാണ് ആ പ്രസ്ഥാനത്തിലുള്ളൂ എന്ന് ഷാഫി തെരഞ്ഞെടുത്തത് ഏത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ? എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അസാമാന്യമായ പെർഫോമൻസ്? പാലക്കാട്ടത്തെ പത്രപ്രവർത്തകരൊക്കെ വലിയ സന്തോഷത്തിലാണെന്നാണ് എനിക്ക് മുഖഭാവം മനസ്സിലാവുന്നത്. അത് എന്തെങ്കിലും നിന്നുള്ള മോചനോ മുക്തിയോ ഒക്കെ പ്രതീക്ഷിച്ചാണോ എന്ന് അറിയില്ല. ചിലപ്പോൾ കുറച്ചുകൂടി സഹിക്കേണ്ടി വരും. എന്നാലും ആ സഹനം താൽക്കാലികം മാത്രമായിരിക്കുന്നതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ വെച്ചിട്ടൊക്കെ ഏകദേശം മനസ്സിലാവുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണ ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായോ എന്നുള്ളതാണ്. ഒരു പ്രജ്വൽ രേവണ്ണയെ പറ്റി 1.5 വർഷം മുന്നേ, സുമാർ ഒരു 20 മാസം മുന്നേ നമ്മളെല്ലാവരും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മനസ്സിലാക്കിയിരുന്നു. അധികാരത്തിന്റെ പദവികൾ ദുരുപയോഗം ചെയ്ത്, താൻ ഒരു MP ആയിരുന്നു എന്നുള്ള സ്ഥാനം ദുരുപയോഗം ചെയ്ത് വൾണറബിൾ ആയിട്ടുള്ള സ്ത്രീകളെ, അവരെ ശാരീരികമായി ദുരുപയോഗം ചെയ്യുകയും അത് ആയിരക്കണക്കിന് സ്ത്രീകളുടെ എണ്ണത്തിലേക്ക് കടക്കുകയും അത് 4-5 വർഷമായി തുടരുകയും ഒക്കെ ചെയ്യുകയും അതെല്ലാം വീഡിയോയിൽ പകർത്തി ആനന്ദം കണ്ടെത്തുകയും ചെയ്ത ഒരു സൈക്കോപാത്താണ് പ്രജ്വൽ രേവണ്ണ. മലയാളികൾ പ്രജ്വൽ രേവണ്ണയെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിക്കണമെന്ന് ഞാൻ 1 മാസം മുന്നേ വെറുതെ സൂചനയായിട്ട് പറഞ്ഞേ ഉള്ളൂ, ഒരു മെമ്മറി ടെസ്റ്റ് പോലെ. കാരണം പ്രജ്വൽ രേവണ്ണയൊന്നും നമ്മൾ ഒരിക്കലും മറക്കരുത്. കാരണം പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ആർക്കും പൊതുമധ്യത്തിൽ നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകന്റെ വ്യക്തി ജീവിതത്തെയും അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തെയും വിശകലനം ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് നിഷേധിക്കപ്പെടാൻ പറ്റില്ല. കാരണം അവർ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ട ആളുകളാണ്. അവർക്ക് വ്യക്തി ജീവിതത്തിന്റെ സ്വകാര്യതകളാകാം, അതിനപ്പുറത്തേക്ക് അവരുടെ പൊതുജീവിതത്തെ അതിൽ വഹിക്കുന്ന പദവികളെയൊക്കെ ഉപയോഗപ്പെടുത്തി വ്യക്തി ജീവിതത്തിൽ സ്വാർത്ഥ ലാഭങ്ങളും അതുപോലെ തന്നെ സ്വകാര്യ സുഖങ്ങളുമൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയാൽ അവിടെ അതിൻ്റെ ആ നേരിയ രേഖ നമ്മൾ ലംഘിക്കപ്പെടുകയാണ്. ആ ബ്രീച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് കേരളത്തിൽ ശബ്ദമില്ലാതെ പോകുന്ന ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയാണോ എന്ന് പോലും എനിക്ക് വീണ്ടും ഒരു സംശയമുണ്ട്.
ശബ്ദമില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക്. കാരണം കോൺഗ്രസ് പ്രവർത്തകരുടെ ശബ്ദം നിലച്ചുപോയിട്ട് ഏകദേശം 10-12 മാസത്തിലേറെയായി. ലോക്സഭാ വിജയം കോൺഗ്രസിനെ കേരളത്തിൽ ഒരു തരത്തിൽ മത്ത് പിടിപ്പിച്ചിരുന്നു. അത് പൊതുസമൂഹത്തിലേക്ക് അവരതെങ്ങനെയാണ് അത് പകർന്നാടിയത് എന്നുള്ളതിൻ്റെയും ഏകദേശം ഒരു 3-4 വർഷങ്ങളായി അതിൽ കൂടുതലായി തന്നെ ഒരാൾ നടത്തിയ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വഹിക്കുന്ന രാഷ്ട്രീയ സ്ഥാനങ്ങളും പവർ പൊസിഷൻസും ഒക്കെ ദുരുപയോഗം ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇനി കേരള സമൂഹം ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. കേരളത്തിൻ്റെ പ്രജ്വൽ രേവണ്ണ ആരാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലായി. പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ അഴികൾക്കുള്ളിലാണ് കേട്ടോ. കാരണം കർണാടകയിലെ കോൺഗ്രസ്, അവിടെയാണ് അതിൻ്റെ വൈരുദ്ധ്യം കിടക്കുന്നത്. കർണാടകയിലെ കോൺഗ്രസ് വളരെ കേമമാണ് എന്നാണ് പറച്ചിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ MP-യെ കൃത്യമായി പൂട്ടി, തെളിവുകൾ നിരത്തി കോടതിയിൽ ഹാജരാക്കി, ഇപ്പോഴും ജാമ്യം അനുവദിക്കപ്പെടാതെ ജയിലിൽ തന്നെ തുടരുകയാണ് പ്രജ്വൽ രേവണ്ണ. 2 ആഴ്ചകൾക്ക് മുന്നെയാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളുകയും വിധി ഉണ്ടാവുകയും ഒക്കെ. കേരളത്തിലെ കോൺഗ്രസിന് വേറൊരു ന്യായമാണുള്ളത്. കാരണം കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ഇല്ലാതെയായിട്ട് കുറേ ആയി എന്ന് പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം പണ്ട് എബ്രഹാം ലിങ്കന്റെ ഒരു കൊട്ടേഷൻ ഉണ്ട്, യു ക്യാൻ ഫൂൾ all of the people some of the time and some of the people all of the time. ഞാനതൊന്ന് പറയാം. ഇതിൻ്റെ ഒരു ഭാഗം കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് പലരെയും എല്ലാ സമയത്തേക്കും വിഡ്ഢികളാക്കാം, എല്ലാവരെയും കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ പല സമയത്തേക്കും വിഡ്ഢികളാക്കാം. പക്ഷെ യു കനോട്ട് ഫൂൾ ഓൾ ഓഫ് ദ പീപ്പിൾ ഓൾ ഓഫ് ദ ടൈം. പക്ഷെ നിങ്ങൾക്ക് എല്ലാവരെയും എല്ലായ്പ്പോഴും വിഡ്ഢികളാക്കാൻ പറ്റില്ല. അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു ക്ലോസ് ആഡ് ചെയ്ത് ചേർക്കാണ്, എക്സെപ്റ്റ് ഇഫ് യു ആർ നോട്ട് ഇൻ കോൺഗ്രസ്. പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്. ഇത് കേരളത്തിലെ കോൺഗ്രസിന് ബാധകമല്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും വീണ്ടും വിഡ്ഢികളാകാൻ വേണ്ടി നിന്നുകൊടുക്കുന്ന, അവരുടെ നേതാക്കളുടെ ഒരുപക്ഷെ പ്രവർത്തനത്തിൽ ഒരു തെറ്റുമില്ല എന്ന് സ്വയം വിശ്വസിച്ച് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന, മഹത്വവൽക്കരിക്കുന്ന ഒരു കൂട്ടമായി അധപ്പതിച്ചു പോയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ആത്മവിശകലനം പോലെയോ അല്ലെങ്കിൽ എങ്ങനെയാണ് പൊതുജീവിതത്തിൽ സ്വന്തം വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിച്ചു നിർത്തേണ്ടത് എന്നുള്ളതും അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇടപെടലുകൾക്കൊരു മാന്യത ഉണ്ടാകേണ്ടത് എന്നുള്ളതൊക്കെ മറക്കുകയും ഒരുപക്ഷെ മാധ്യമ പരിലാളനകളൊക്കെ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട പ്രിവിലേജ്ഡ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ ആ യൂത്ത് കോൺഗ്രസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ മാധ്യമ ശ്രദ്ധ തന്നെത്താനെ കിട്ടും. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ഇടതുപക്ഷമാണ്, CPM ആണ്. അവരുടെ ചുറുചുറുക്കുള്ളൊരു നേതൃനിര DYFIയെ എങ്ങനെയും താറടിച്ച് കാണിക്കാൻ പറ്റുന്ന ഏതൊരവസരവും ഒപ്പം ഡിജിറ്റൽ യുഗത്തിന്റെ സാധ്യതകളും ഒക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ പളപളപ്പിൽ അങ്ങ് വീണു പോകുന്നതാണ് പൊതുജീവിതം എന്ന് ധരിച്ച് വശായി വെച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ തലയിൽ കൊണ്ട് നടക്കുകയാണ്. ആ തലയിൽ കൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രയോഗം വന്നത്, കൊണ്ടു നടന്നതും നീയേ ഷാഫി, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ സതീശ. അങ്ങനെയാണ് എനിക്കതിനെ മാറ്റാൻ തോന്നുന്നത്. യഥാർത്ഥത്തിലുള്ള ചൊല്ലെന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. കൊണ്ടു നടന്നത് നീയേ ഷാഫി, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ സതീശ എന്നാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മ വരുന്നത്. കാരണം എന്തിനു വേണ്ടിയായിരുന്നു പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്? ആ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നു, എന്തൊക്കെ നടന്നില്ല, കൃത്യം 10 മാസങ്ങൾക്ക് മുന്നേ ഞാൻ പലപ്പോഴായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചൊരു സന്ദേശമായിരുന്നു അത്. ഇന്ന് എനിക്ക് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോൺ വിളികൾ വന്നപ്പോൾ കുറെ പേര് മൗനമായിരുന്നു അറ്റത്ത്. ഒരാളും ഇന്ന് ചീത്ത പറഞ്ഞില്ല കേട്ടോ. പണ്ട് ഭയങ്കര ചീത്ത വിളിക്കായിരുന്നു, പാർട്ടിയെ ചതിച്ചുപോയി എന്നൊക്കെ. ഇന്ന് അവർക്ക് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത് പാർട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ബലിയാടായ ഒരു മനുഷ്യൻ എന്നുള്ളതാണ് നമ്മളോട് കാണുന്ന ഒരു സഹതാപം എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കറിയില്ല. അപ്പൊ ഇന്ന് ആരും ദേഷ്യപ്പെട്ടൊന്നുമില്ല. പക്ഷെ കുറെ പേര് കരഞ്ഞവരുണ്ട് അപ്പുറത്ത് ഫോണിന്റെ തലക്കിൽ നിന്ന്. കുറെ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല. ആ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കും. പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞ് കുറച്ച് പേര് സന്ദേശങ്ങൾ അയച്ചു. ഇതിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളാണ് ശരിയെന്ന് കാലം വിധി എഴുതുമായിരുന്നില്ലേ എന്നൊക്കെ അവരുടേതായിട്ടുള്ള വികാരത്തിന്റെ പുറത്താണ് അവർ പറയുന്നത്. അപ്പോഴും അവരുടെ ആത്യന്തികമായ രാഷ്ട്രീയം എന്താണ് എന്നും രാഷ്ട്രീയത്തിൽ എന്താണ് നമ്മൾ ഓരോരുത്തരും പുലർത്തേണ്ടത് എന്നൊന്നും അവർ ആലോചിക്കുന്നില്ല. വ്യക്തിപരമായ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. അപ്പോൾ ആ കോൺഗ്രസ് പ്രവർത്തകർ ഇനിയും മൗനം നടിച്ചാൽ കേരളത്തിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. അത് രാഷ്ട്രീയ എതിരാളികൾ മുതലെടുക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ അടക്കി വെക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ഇതാണ് ഇനി അങ്ങോട്ടുണ്ടാകാൻ പോകുന്ന അനുഭവം എന്നെങ്കിലും മനസ്സിലാക്കുക. കാരണം അടച്ചു വെക്കും തോറും
ആളുകൾ എത്തിച്ചേരുന്ന ഉയരം കൂടും തോറും വീഴ്ചയുടെ ആഘാതവും കൂടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്